വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് കാന്തിക ലോകത്തെ അത്ഭുതം. ഇതിൽ കുറച്ച് ടേബിളുണ്ട്. ആ ടേബിൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പോവാം. കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണെങ്കിൽ അത് എന്ത് അറിയപ്പെടുക? അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. കാന്തിക ധ്രുവങ്ങൾ. സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളെ എന്ത് പറയുന്നു? കാന്തിക ധ്രുവങ്ങളെന്ന് പറയുന്നു. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളാണ് ഉള്ളത്. കാന്തിക മണ്ഡലം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്നൊരു പ്രദേശത്തെ എന്ത് പറയുക? കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലം അദൃശ്യമാണ് എന്നാണ് പറയുക. ഇവിടെ കാന്തിക ബലരേഖകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് ടു നോർത്ത്, നോർത്ത് ടു സൗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാന്തങ്ങളുടെ നിർമ്മാണം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിരിക്കുന്നത്. അൽനിക്കോ എന്ന ലോഹസങ്കരം. അപ്പോൾ അൽനിക്കോയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നത് PYQ ആണ്. അപ്പോൾ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരം, അതാണ് അൽനിക്കോ എന്ന് പറഞ്ഞാൽ. മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. സമേറിയം, കൊബാൾട്ട്, ഫറൈറ്റ് റബ്ബർ, നിയോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധതരം കാന്തങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു ടേമൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. സമേരിയം, കൊബാൾട്ട്, ഫറൈറ്റ് റബ്ബർ, നിയോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ കാന്തങ്ങൾ നിലവിലുണ്ട്. ഇവയിൽ നിയോഡിമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. ഇത് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കാന്തങ്ങളാണ് ശക്തിയുള്ളത്? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് അൽനിക്കോ ആയതുകൊണ്ട് അത് എഴുതി വയ്ക്കും. ബട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? നിയോഡിമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാന്തിക ധ്രുവങ്ങളുടെ ഒരു ബോക്സ് കണ്ടോ? മാഗ്നറ്റിക് പോൾസ് ആണ്. ഭൂമിയുടെ വടക്കു ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തരധ്രുവം എന്നും ഭൂമിയുടെ തെക്കു ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. ഇവയെ NS എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബാർ കാന്തത്തിൽ ഉത്തരധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായിട്ടൊരു വെള്ള സ്പോട്ടാണ് ഉത്തരധ്രുവത്തെ സൂചിപ്പിക്കാനായിട്ട് കൊടുക്കുന്നത്. വെള്ള സ്പോട്ട് കൊടുക്കുന്നു. കാന്തം പൊട്ടിയാൽ എന്താ ചെയ്യുക? ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ എന്ത് സംഭവിക്കും? 2 കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായി മാറുന്നു. അപ്പോൾ ഒന്ന് പൊട്ടിയാൽ എന്ത് ചെയ്യും? ആ സെപ്പറേറ്റ് ആയ 2 നോർത്ത് സൗത്ത് അങ്ങനെ ആവുന്നു. ഭൂകാന്തം എന്താണെന്ന് നോക്കാം. ഭൂമി ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തരധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവമോ ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസണാണ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ആകർഷണവും വികർഷണവും എന്താണെന്ന് നോക്കാം. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത കാന്തങ്ങളുടെ വ്യത്യസ്ത ധ്രുവങ്ങളെ എന്ത് പറയുന്നു? വിജാതീയ ധ്രുവങ്ങളെന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അപ്പോൾ നോർത്ത് വികർഷിക്കുന്നു, നോർത്ത് സൗത്ത് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാന്തത്തിൻ്റെ ചരിത്രം. ജസ്റ്റ് നമുക്ക് നോക്കാം. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. മാഗ്നസ് എന്ന പേരുള്ളൊരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നും തൻ്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായൊരു അനുഭവം ഉണ്ടായി. ഇത് കേട്ടറിഞ്ഞ് ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടേക്ക് ഓടിയെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നസ് എന്ന പേരുള്ള ആട്ടിടയനും മഗ്നീഷ്യ എന്ന സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ കഥയൊക്കെ അതൊന്നും നമുക്ക് ആവശ്യം ഇല്ലാത്തതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ബോക്സാണ്. ഈ ചാപ്റ്ററിൽ വൈദ്യുത കാന്തം എന്താണ്? ചെമ്പു കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചെമ്പു കമ്പിയിൽ കൂടെ എന്ത് കടന്നു പോകുന്നു? വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു കാന്തിക മണ്ഡലം അവർ ഫോം ചെയ്തിട്ട് ആണി എന്താവുന്നു? കാന്തമായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് വൈദ്യുത കാന്തം. ഇതിൻ്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ എന്ത് പറ്റും? അതിൻ്റെ കാന്തിക ശക്തി ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടുന്നു. ഇതാണ് അതിൻ്റെ വൈദ്യുത
എന്താ കാന്തത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ട്. ഇനി കുറച്ച് കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാം. MRI എന്താണെന്ന് നമുക്കറിയാം. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് ആണല്ലേ, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെയൊക്കെ 3D ഇമേജിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണിത്. MRI, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ്, അതുപോലെ മാഗ്ലെവ് ട്രെയിൻ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, അതായത് ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള ഫീൽഡിൽ കൂടെ പോകുന്ന ഒരു ട്രെയിനെയാണ് മാഗ്ലെവ് ട്രെയിൻ. അതായത് വീൽസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ട്രെയിനാണത്, മാഗ്ലെവ് ട്രെയിനാണ്. ഇതൊക്കെ ഈ കാന്തിക ശക്തി പ്രയോജനപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററുള്ളൂ. നമുക്കിത് കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ വേണ്ടുന്ന കാര്യങ്ങൾ ആ ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.